നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ജൂൺ 14 ശനി. വിമാന ദുരന്തത്തിൽ മരണം 290, അന്വേഷണം തുടങ്ങി. ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി. AAIB സംഘമെത്തി. 265 പേരുടെ മൃതദേഹം കിട്ടി. വിമാനങ്ങളിൽ അധിക സുരക്ഷാ പരിശോധന. പ്രധാനമന്ത്രി സന്ദർശിച്ചു. തിരിച്ചറിയാൻ DNA പരിശോധന. രഞ്ജിതയുടെ സഹോദരൻ അഹമ്മദാബാദിൽ. രഞ്ജിതയുടെ മക്കളെ ചേർത്ത് പിടിച്ച് മന്ത്രി. വിമാനാപകടത്തിൽ മരിച്ച രഞ്ജിതയുടെ വീട്ടിലെത്തിയ മന്ത്രി വീണ ജോർജ്. കെട്ടിപ്പിടിച്ച് കരയുന്ന ഇളയ മകൾ ഇതിക. ഇസ്രയേൽ കടന്നാക്രമണത്തിന് തിരിച്ചടി നൽകി ഇറാൻ. ഇറാൻ സംയുക്ത സേനാ മേധാവി മുഹമ്മദ് ബാഗേരിയും റവല്യൂഷണറി ഗാർഡ് ചീഫ് കമാൻഡർ ഹുസൈൻ സലാമിയും കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയും ഇസ്രയേൽ ആക്രമണം. ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയത്തിന് നാശനഷ്ടം. ഇസ്രയേലിന്റെ 2 യുദ്ധവിമാനങ്ങൾ വെടിവെച്ചിട്ടു. ഇസ്രയേൽ പണ്ടേ തെമ്മാടി രാഷ്ട്രം. പിണറായി. നിലമ്പൂർ ചുങ്കത്തറയിലെ LDF തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ഥാനാർത്ഥി M സ്വരാജിനെ കൈപിടിച്ച് ജനങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. തൊട്ടതെല്ലാം പിഴച്ച് UDF, പ്രിയങ്കരനായ സ്വരാജ്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പ്രകടമാകുന്നത് UDF നിരായുധമാകുന്ന കാഴ്ച. തീവ്രവാദത്തെയും വർഗീയതയും കൂട്ടുപിടിക്കുന്ന അവസരവാദം ക്ലച്ച് പിടിക്കുന്നില്ല. M സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം, 9 വർഷമായി നിലമ്പൂരിലുണ്ടായ വികസന മുന്നേറ്റം, ആദിവാസികളടക്കം ദുർബല ജനവിഭാഗത്തിന് ലഭിച്ച പരിരക്ഷ എന്നിവ ഉയർത്തി LDF നടത്തുന്ന പ്രചാരണത്തെ വെല്ലാൻ എതിരാളികൾക്കാകുന്നില്ല. അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരായി 3460 കുടുംബം. വെണ്ണീർ. ആദ്യം കരുതി ഞാനും മരിക്കുമെന്ന് രക്ഷപ്പെട്ട രമേഷ് വിശ്വാസ്. ബോയിംഗ് ദുരന്തം തുടർക്കഥ. വ്യോമസേനയുടെ കോപ്റ്റർ അടിയന്തരമായി നിലത്തിറക്കി. രഞ്ജിതയെ അപമാനിച്ച് കമന്റിട്ട ഡെപ്യൂട്ടി തഹസിൽദാർക്ക് സസ്പെൻഷൻ. മുണ്ടക്കൈ ദുരന്തബാധിതരുടെ വായ്പ എഴുതിത്തള്ളൽ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ഹൈക്കോടതി. നടപടിയെടുത്തില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അശക്തരെന്ന് പറയേണ്ടി വരും. ഭരണഘടനയുടെ 73-ാം അനുച്ഛേദ പ്രകാരം തീരുമാനമെടുക്കാം. വായ്പകൾ എഴുതിത്തള്ളിയ കേരള ബാങ്കിനെ മാതൃകയാക്കണമെന്നും കോടതി. KSRTC ഡ്രൈവിംഗ് സ്കൂൾ. കാത്തിരുന്ന് പഠിക്കാൻ ആളുണ്ട്. വിജയം 90%. ഓക്കെ.
ജമാഅത്തെ ഇസ്ലാമി സഖ്യം ലീഗിന്റെ അറിവോടെ താൽക്കാലിക ലാഭത്തിനുള്ള അവസരവാദ നിലപാട് നാടിനെ എങ്ങനെ ബാധിക്കുമെന്ന് UDF നേതൃത്വം ചിന്തിക്കുന്നില്ല. കപ്പലപകടം ആശങ്ക വേണ്ട, മീൻ കഴിക്കാം. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നേതൃത്വത്തിലാണ് പഠനം. വടക്കൻ തീരപ്രദേശങ്ങളിലെ പഠന റിപ്പോർട്ട് അടുത്തയാഴ്ച സർക്കാരിന് കൈമാറും. മത്സ്യസമ്പത്തിന്റെ നാശവും കണക്കാക്കണം ഹൈക്കോടതി. മാലിന്യം വലിച്ചെറിയൽ വിവരം നൽകുന്നവർക്ക് പിഴത്തുകയുടെ 25% പാരിതോഷികം. നടപടി ഇങ്ങനെ: മാലിന്യം വലിച്ചെറിയൽ, കത്തിക്കൽ 5000 രൂപ പിഴ. മലിനജല ഒഴുക്കൽ 5000, 50,000 വരെ പിഴ. മാലിന്യം ജലാശയങ്ങളിൽ തള്ളൽ 10,000 മുതൽ 50,000 പിഴ. 6 മാസം മുതൽ 1 വർഷം വരെ തടവും. നിരോധിത പ്ലാസ്റ്റിക്കിന്റെ വിൽപ്പന 50,000 രൂപ വരെ പിഴ. പൊട്ടിയ വടം വീണ്ടും കെട്ടി. കപ്പൽ കേരള തീരത്തേക്ക് നീങ്ങുന്നത് തടഞ്ഞു. കപ്പലിന്റെ ഇന്ധന ടാങ്ക് തണുപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് ദൗത്യസംഘം. കപ്പൽ കമ്പനി ഉടമകളിൽ നിന്ന് വിവരം തേടും. ദേശാഭിമാനി എഡിറ്റോറിയൽ: ഇസ്രയേലി ഹുങ്കിന് ബലമാകുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുടെ കാപട്യം. ആണവ പ്രശ്നത്തിൽ ഇറാനുമായി ഉടനെ കരാറുണ്ടാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വ്യാഴാഴ്ചയാണ്. അതിനാൽ ഇസ്രയേൽ ഇപ്പോൾ ഇറാനിൽ ആക്രമണം നടത്തരുതെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു. ഇറാനും അമേരിക്കയും തമ്മിൽ 6ാം വട്ട ചർച്ച ഞായറാഴ്ച ഒമാനിൽ നടക്കാനിരിക്കെയാണ് ഇസ്രയേലിന്റെ പ്രധാന സഹായിയായ അമേരിക്കൻ പ്രസിഡന്റ് ഈ ആവശ്യമുന്നയിച്ചത്. എന്നാൽ മണിക്കൂറുകൾക്കകം വെള്ളി പുലർച്ചെ തന്നെ ഇസ്രയേൽ ഇറാനിൽ പലയിടത്തും കനത്ത ആക്രമണം നടത്തി. ഉന്നത സേന മേധാവികളും ആണവ ശാസ്ത്രജ്ഞരുമടക്കം നിരവധി പേരെ കൊന്നു. ഇറാന്റെ സംയുക്ത സൈനിക മേധാവിയും റവല്യൂഷണറി ഗാർഡ് മേധാവിയും അടക്കം കൊല്ലപ്പെട്ട ആക്രമണം പ്രകോപനമുണ്ടാക്കി ആണവ കരാർ തടയുകയെന്ന ദുഷ്ടലക്ഷ്യത്തോടെ ഇസ്രയേൽ നടത്തിയതാണെന്ന് വ്യക്തം. ആക്രമണം ഉണ്ടായ ശേഷം അതിനെ ന്യായീകരിക്കുകയാണ് ട്രംപ് ചെയ്തത്. ആക്രമണത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് അമേരിക്ക അവകാശപ്പെട്ടിട്ടുമുണ്ട്. പശ്ചിമേഷ്യയിലെ തർക്കങ്ങളിൽ പാശ്ചാത്യ രാജ്യങ്ങളെ തുടർന്നു വരുന്ന കാപട്യത്തിന്റെ ഇരട്ടത്താപ്പിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ട്രംപിന്റെ വാക്കുകൾ. കടുത്ത തൊഴിൽ ചൂഷണം. കിറ്റക്സിൽ കൂലി വർധന ആവശ്യപ്പെട്ട് അതിഥി തൊഴിലാളി പ്രതിഷേധം. ശമ്പള വർധന ആവശ്യപ്പെട്ട് കിഴക്കമ്പലത്തെ കിറ്റക്സ് കമ്പനിക്ക് മുമ്പിൽ തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു. ന്യായമായ വേതനം ആവശ്യപ്പെട്ട് കിഴക്കമ്പലം കിറ്റക്സ് കമ്പനിക്ക് മുന്നിൽ അതിഥി തൊഴിലാളികളുടെ കൂട്ടപ്രതിഷേധം. ഉദ്ദേശം 250 തൊഴിലാളികളാണ് കൂലി വർധനയും തൊഴിൽ കരാറും ആവശ്യപ്പെട്ട് പ്രതിഷേധിച്ചത്. വ്യാഴാഴ്ച പണിമുടക്കി പ്രതിഷേധിച്ചിട്ടും ഫലം കാണാത്തതിനാലാണ് വെള്ളി രാവിലെ കമ്പനിക്ക് മുന്നിൽ വൻ പ്രതിഷേധം ഉയർത്തിയത്. സ്ത്രീ തൊഴിലാളികളടക്കം മുദ്രാവാക്യം വിളിച്ച് സമരത്തിൽ പങ്കേറുന്നു. തൊഴിലാളികളുടെ ആവശ്യം ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് മാനേജ്മെന്റ് പ്രതിനിധികൾ അന്വയിപ്പിച്ചതോടെ ഉച്ചയോടെ സമരം അവസാനിപ്പിച്ചു. കിറ്റക്സ് മുതലാളിയുടെ എന്തൊക്കെ പറച്ചിലുകളായിരുന്നു. കേരളത്തിൽ വ്യവസായം ചെയ്യാനൊക്കത്തില്ല, കേരളം വ്യവസായത്തിൻ്റെ ശവപ്പറമ്പാണ്, എന്നെ ദാണ്ട തെലങ്കാനയിലെ മന്ത്രിമാർ വിമാനവും വിട്ട് എന്നെ ദാണ്ട കൊണ്ടുപോകുന്നേ എന്നും പറഞ്ഞിട്ട് 25 കോടി രൂപ അവർക്ക് ഇലക്ട്രിക് ബോണ്ട് വഴി കൊടുത്ത് ആ സംസ്ഥാനത്തെ സഹായിച്ച ഒരു തെണ്ടിയാണ് ഈ പറയുന്ന നമ്മുടെ സാബു മുതലാളി, കിറ്റക്സിൻ്റെ സാബു മുതലാളി.